നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് അവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അവൽ ലഡു ഏറ്റവും രുചിയിൽ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ചേരുവകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായി കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഉരുകി വരുമ്പോൾ 2 കപ്പ് ചുവന്ന അവിൽ, നമ്മുടെ മട്ട അവിലാണ് ഈ ഒരു റെസിപ്പി, ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ 2 കപ്പ് 240 ml കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ തന്നെ തേങ്ങ ചിരകിയത്, അതേ കപ്പിന് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കൂടി നല്ലതുപോലെ നെയ്യിൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം. അതായത് അവലും തേങ്ങയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വെലിഞ്ഞ് അതുപോലെ അവൽ കുറച്ചുകൂടി നമ്മൾ കയ്യിൽ വെച്ചാൽ പൊടിഞ്ഞ് കിട്ടുന്ന പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ അവൽ നല്ലതുപോലെ വറുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി ഫൈനായിട്ട് വരുന്ന പൗഡർ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അവലിൻ്റെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടുള്ള ശർക്കര പാനിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ചെറിയ പീസ് ശർക്കരയാണ്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ശർക്കര അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ശർക്കര നല്ലതുപോലെ ഉരുക്കിയെടുക്കണം. ശർക്കര പാനിയിൽ കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇതിനകത്തോട്ടേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഈ ഒരു ലഡുവിന് ഏറ്റവും രുചി കൊടുക്കുന്നതും ഈ ഈന്തപ്പഴം തന്നെയാണ്. അപ്പോൾ ഒരു 1/4 കപ്പിനടുത്ത് ഈന്തപ്പഴം ചെറുതായി മുറിച്ച് ശർക്കര പാനിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മുടെ ഈന്തപ്പഴം കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായി കിട്ടും ഇത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അവൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് ഏലക്കപ്പൊടിയാണ്. ഏലക്കയുടെ കുരു പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അവലും ഈന്തപ്പഴവും ശർക്കര പാനിയൊക്കെ നന്നായി മിക്സായിട്ട് എല്ലാം ഒന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നട്ട്സ് എടുക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതും അവരവരുടെ കയ്യിലുള്ളതിനും അനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കശുവണ്ടി പരിപ്പും അതുപോലെ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. നിലക്കടല വേണമെങ്കിൽ നിങ്ങൾക്ക് നിലക്കടലയും ഉപയോഗിക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. ഇതൊരിക്കലും ഒത്തിരി ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാൻ നോക്കരുത്, കാരണം പെട്ടെന്ന് ഇത് ഡ്രൈ ആയി പോകും. ചെറു ചൂടോടുകൂടി കയ്യിൽ നെയ്യ് തടവിയിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ലഡു പോലെ തയ്യാറാക്കിയെടുക്കാം, അതില്ലെങ്കിൽ റോളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാണാനും അതുപോലെ കൊടുക്കുമ്പോൾ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ ലഡു പോലെ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതും ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ ലഡു ആണ്. അപ്പോൾ ഈ രീതിയിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.